നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധി ഓളങ്ങൾ ശ്രുതിയിട്ടു. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചുടികളിൽ ആലിപ്പഴം പൊഴിയും. നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധി ഓളങ്ങൾ ശ്രുതിയിട്ടു. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും. നമസ്കാരം പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മയ്യനാട് ആണ്. കൊല്ലം ജില്ലയിലെ മയ്യനാട് എന്ന ഗ്രാമത്തിലെ ഒരു ഗായകനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, മയ്യനാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. മയ്യനാട് ശ്രീകുമാർ എന്നാണ് പുള്ളിയുടെ പേര്. നമസ്കാരം ശ്രീകുമാറേ. നമസ്കാരം. അപ്പോഴേ നമ്മുടെ ഈ സംഗീതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണമായിരുന്നു. അതൊക്കെ ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ദേവരാജൻ മാസ്റ്ററെ കുറിച്ച് എന്തൊക്കെയാണ് അഭിപ്രായവും പിന്നെ മറ്റുള്ള സംഗീതത്തെക്കുറിച്ചും എന്തൊക്കെയാണോ പറയേണ്ടത് അതെല്ലാം പിന്നെ ഈ ഒരു അവസരത്തിൽ പറയാം. നമുക്ക് ഇതിനെക്കുറിച്ച് മറ്റേ പ്രേക്ഷകർക്ക് കൂടി നമുക്ക് അറിയുന്നതിന് വേണ്ടി കാര്യങ്ങളെല്ലാം സംസാരിക്കാം. അപ്പോൾ ദേവരാജൻ മാസ്റ്ററെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത് പറഞ്ഞു. അദ്ദേഹത്തിനെ പറ്റി അറിയാവുന്ന എല്ലാം പറയാം. അതായത് നമ്മുടെ അയൽ പ്രദേശമാണ് പരവൂർ. അദ്ദേഹം ഏകദേശം 362 പരം ചിത്രങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട് മലയാള സിനിമയിൽ. അപ്പോൾ ഒരു രാഗത്തിൽ തന്നെ അദ്ദേഹം, അതായത് മോഹന രാഗത്തിൽ 32 ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മെലഡി ഗാനങ്ങളാണ് അദ്ദേഹം മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് മെലഡി ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. പല ടൈപ്പിലുള്ള പാട്ട്, മാപ്പിളപ്പാട്ടായാലും സംഘഗാനങ്ങളായാലും ദേശഭക്തി ഗാനം, അങ്ങനെയുള്ള രീതിയിൽ പല പല ഭാവങ്ങൾ പല രീതിയിൽ അദ്ദേഹം മലയാള സിനിമയ്ക്ക് ധാരാളം, ഏറ്റവും കൂടുതൽ മലയാള സിനിമയ്ക്ക് സംഗീതം നൽകിയ, ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തത് മലയാളത്തിലെ നമ്മുടെ പരവൂർ ജി ദേവരായ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ആ മോഹന രാഗത്തിലുള്ള ഓരോ പാട്ടിൻ്റെയും ഒരു 2 ലൈൻ വീതം ഞാൻ പാടാം. ആദ്യം നിഴലാട്ടം എന്ന ചിത്രത്തിൽ പ്രേംനസീർ നായകനാക്കി സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാനഗായകനാക്കൂ എന്ന നീ സ്വർഗപുത്രി നവരാത്രി. അടുത്തത് റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ എന്നുള്ള ഗാനം. അതുപോലെ 7:30 പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ. അങ്ങനെ ഗുരുവായൂരപ്പനെ പറ്റി ദാസേട്ടൻ പിന്നെ ഗുരുവായൂരമ്പലത്തിൽ കയറ്റുകയില്ലല്ലോ, അതിനെപ്പറ്റി അദ്ദേഹം വയലാർ എഴുതിയിട്ടുണ്ട്. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും ഞാൻ, ഗോപകുമാരനെ കാണും. അങ്ങനെ മോഹനരാഗത്തിലെ 32 ഗാനങ്ങളെ ചുരുക്കി ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് നമ്മളെ മൺമറഞ്ഞു പോയ MK അർജുനൻ മാസ്റ്റർ. അദ്ദേഹം ഒരുപാട് ദേവരായ മാസ്റ്റർ ശിഷ്യൻ കൂടി അദ്ദേഹം മലയാള സിനിമയ്ക്ക് വേണ്ടി ധാരാളം പാട്ടുള്ള. അതിൽ റെസ്റ്റ് ഹൗസ് എന്ന ചിത്രത്തിലെ പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു പത്മരാഗം പുഞ്ചിരിച്ചു എന്നുള്ള ഗാനം, അത് മോഹനത്തിലാണ് പുള്ളി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.
അടുത്തത് നമ്മളെ ക്ലാസിക്കൽ സംഗീതത്തിന് എന്നും അതിൻ്റേതായിട്ടൊരു തനതായിട്ടുള്ളൊരു സംഗീതം നൽകിയ നമ്മളെ മൺമറഞ്ഞുപോയ വി ദക്ഷിണാമൃത സ്വാമി. അദ്ദേഹം അനേക ഗാനങ്ങൾ ദാസേട്ടനോട് പാടിപ്പിച്ചിട്ട് അതിൽ മനോഹരി നിൻ മനോരഥത്തിൽ എന്ന ഗാനവും ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. അടുത്തത് നമ്മളെ A.T. ഉമർ സാർ. അദ്ദേഹം മരിച്ചുപോയി കുറച്ച് നാളായി. വൃശ്ചികരാത്രിതൻ അരമന മുറ്റത്തൊരു പിച്ചകപ്പൂപ്പന്തലൊരുക്കി എന്ന ഗാനം അദ്ദേഹം മനോഹരമായി ആഭിജാത്യം എന്ന സിനിമയിൽ ഉള്ളതായിരുന്നത്. അടുത്തത് നമ്മളെ ഹിന്ദി സിനിമയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന സലിൽ ദാദ, അത് സലിൽ ചൗധരി എന്ന അദ്ദേഹം അനശ്വരനായ അദ്ദേഹം ധാരാളം പാട്ടുകൾ നമുക്ക് ഏകദേശം 35ഓളം ചിത്രങ്ങളിൽ അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു ഗാനം എന്ന് പറയുന്നത് ദാസേട്ടൻ പാടിയ സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ സാഗരമേ ശാന്തമാകനീ. അടുത്ത് ശ്യാം സാറ്, അദ്ദേഹവും മരിച്ചുപോയി. അദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ സംഗീതം നൽകിയിട്ടുണ്ട്. അതിൽ ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ എൻ്റെ ഗാനം ശ്യാം സാറ്. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ ഒരു തരംഗമായി. മലയാളക്കരയിൽ ക്ലാസിക്കൽ സംഗീതത്തിന് അതിൻ്റെ ചുവട് വെച്ച് ഒരുപാട് ഗാനങ്ങൾ, നല്ല നല്ല ഗാനങ്ങൾ, സെമി ക്ലാസിക്കൽ പല രാഗത്തിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൽ മിശ്ര ശിവരഞ്ജനി എന്ന് പറയുന്ന രാഗത്തിൽ 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ഗാനം ദേവഗാനം എന്ന ഗാനം ഉദാഹരണം പറഞ്ഞു നെല്ല്. അടുത്തായിട്ട് നമ്മളെ അത് കഴിഞ്ഞിട്ട് വന്ന ഒരു സംഗീത സമിതി M. ജയചന്ദ്രൻ. അദ്ദേഹം അനവധി മലയാള സിനിമയ്ക്ക് സംഭാവനകളിട്ട് സംഗീതം ചെയ്തിട്ടുണ്ട്. അതിൽ കല്ലായി കടവത്തെ കാറ്റൊന്നു വിളിച്ചപ്പോൾ എന്ന ഗാനം. ഇത്രയുമൊക്കെയാണ് നമ്മുടെ